രാജസ്ഥാനിൽ പുതിയതായി 19 ജില്ലകൾ കൂടി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് 15 വർഷത്തിനു ശേഷമാണ് സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നത്. ക്രമസമാധാനം നിലനിർത്താനും സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുമാണ് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. നേരത്തെയുള്ള 33 ജില്ലകളും കൂട്ടി ഇപ്പോൾ 52 ജില്ലകളാണ് രാജസ്ഥാനിലുള്ളത്. രാജസ്ഥാൻ നിയമസഭയിൽ ധനവിനിയോഗ ബില്ലുകളുടെ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് ഗെഹ്ലോട്ടിന്റെ പ്രഖ്യാപനം. അനൂപ്ഗഡ്, ബലോത്ര, ബീവാർ, ഡീഗ്, ഡുഡു, ജയ്പൂർ നോർത്ത്, ജയ്പൂർ സൗത്ത്, ജോധ്പൂർ ഈസ്റ്റ്, ജോധ്പൂർ വെസ്റ്റ്, ഗംഗാപൂർ സിറ്റി, കെക്രി, കോട്ട്പുത്ലി, ബെഹ്റോർ, ഖൈർതാൽ, നീംകത്ന, സഞ്ചോർ, ഫലോഡി, സലുംബർ, ഷാഹ്പുര എന്നിവയാണ് പുതിയ ജില്ലകൾ. കോൺഗ്രസ് നിയമസഭാംഗങ്ങളുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് പുതിയ ജില്ലകൾ പ്രഖ്യാപിച്ചതെന്ന് മുഖ്യമന്ത്രി അശോക് പറഞ്ഞു. ഭൂമിശാസ്ത്രപരമായി രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. രണ്ട് കോണുകൾക്കിടയിലുള്ള ദൂരം 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നിരവധി ജില്ലകൾ സംസ്ഥാനത്തുണ്ടെന്നും ഇത് ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നുവെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു. കാര്യക്ഷമമായ ക്രമസമാധാനം നിലനിർത്താൻ ജില്ലകൾ ചെറുതാണെങ്കിൽ ഗുണകരമാവുമെന്നും ഗെഹ്ലോട്ട് കൂട്ടിച്ചേർത്തു. രാജസ്ഥാനിൽ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. അതേസമയം സർക്കാർ നീക്കത്തിനെതിരെ BJP രംഗത്തെത്തി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പുതിയ ജില്ലകളുടെ രൂപീകരണമെന്ന് BJP വിമർശനം ഉന്നയിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.